എൻ്റെ ഇൻബോക്സിൽ എപ്പോഴും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് പെൺകുട്ടികൾ അവിടെ ഫസ്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് ഇവരുടെ അക്കോമഡേഷൻസ്, അല്ലെങ്കിൽ ആദ്യമേ വരുമ്പോഴത്തേക്കിന് ഒരു ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നതെന്ന്. നമ്മുടെ കൂടെ ഇന്നൊരാളുണ്ട്, ശ്രുതി എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതാണ്. കുറച്ച് കാലമായതേ ഉള്ളൂ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ശ്രുതിക്ക് എങ്ങനെയായിരുന്നു ഇവിടെ ഫസ്റ്റ് വന്നപ്പം, എന്നാണ് വന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. കാരണം ഒട്ടുമിക്ക പേരൻസിൻ്റെ കൺസേൺ ആണ് ഇവിടെ വരുമ്പോൾ പെൺകുട്ടികൾ എങ്ങനെ മാനേജ് ചെയ്യുന്നത്. അപ്പം ഹായ് ശ്രുതി, എന്നാണ് ഇവിടെ ശരിക്കും വരുന്നത്? ഞാൻ 2023 സെപ്റ്റംബറിൽ. ഓക്കെ, വിൽനസിലായിരുന്നു വരുന്നത്? അല്ലല്ല, ഞാൻ കവനാസിലായിരുന്നു. വീഡിയോയിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി. 18ാം തീയതി ഗ്രാജുവേഷൻ ആണ്. കറക്റ്റ് ടൈമിലാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പം എന്തായിരുന്നു കോഴ്സ്? എന്തായിരുന്നു? ഞാൻ മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി മാസ്റ്റേഴ്സ് 2 years. ഓക്കെ, ഫസ്റ്റ് വന്നപ്പം എയർപോർട്ട് പിക്കപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുട്ടികളെ വിളിച്ചിട്ട്, അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു, അവർ വഴി. ഓക്കെ, പിന്നെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ? അതും വന്ന സമയത്ത് ഡോർമെട്രി ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡോർമെട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ വന്നിട്ട് കണ്ടുപിടിച്ചതാണ് arodas.lt എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറി തന്നെ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, പിന്നെ വർക്ക് എത്ര ടൈം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്? എനിക്കൊരു 1 monthൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ വർക്ക് കിട്ടി. കവനാസിലായിരുന്നു ആദ്യം ഞാൻ വർക്ക് ചെയ്തിരുന്നത്, എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ. അത് നമ്മളുടെ വെബ് ഗെയിംസിൻ്റെ സെയിം പോലെ തന്നെ. പിന്നെ ഇപ്പം ഇങ്ങോട്ട് വിൽനസിലേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ട് 1 month ആയി. ഓക്കെ, എങ്ങനെയായിരുന്നു ഈ ഒരു മാസ്റ്റേഴ്സ് ആണ് പഠിക്കുന്നത്? അപ്പം എനിക്ക് തോന്നുന്നു ക്ലാസ് ഒരു 2-3 ദിവസമൊക്കെ ഉണ്ടാവും. 2-3 ദിവസമുള്ളൂ ആകെ. അതിൽ ഞങ്ങൾക്ക് 1 or 2 hours മാത്രമേ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. പിന്നെ ലാബ് മാത്രം നമ്മൾ ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം വർക്കും ക്ലാസ്സും ഒന്നും പ്രശ്നമല്ലായിരുന്നു? അടിപൊളിയായിരുന്നു. ഫീസ് ഒറ്റക്കാണോ മാനേജ് ചെയ്തത്? ആദ്യത്തെ ഇയർ പാരൻസാണ് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനും പകുതി അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. ഈവൻ യൂണിവേഴ്സിറ്റി നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. നമുക്ക് എൻകറേജ്മെൻറ്റ് സ്കോളർഷിപ്പ് പോലെ എല്ലാ മന്ത്സും ഇങ്ങനെ കുറച്ച് ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിത്വേനിയ എങ്ങനെയുണ്ട്? എന്താണ് അഭിപ്രായം നിന്നിട്ട്? ലിത്വേനിയ ആദ്യം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വേറെ എങ്ങോട്ടെങ്കിലും പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ നല്ല ഇഷ്ടമായി. അതായത് ഇവിടെ എക്സ്പെൻസിൻ്റെ കാര്യമാണെങ്കിലും കുറവാണ് ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലായിടത്തേക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ ഒരു 12 കൺട്രീസ് ട്രാവൽ ചെയ്യാൻ പറ്റി. ഒരു ലക്കായിട്ട് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ലിത്വേനിയ വിടാൻ പ്ലാൻ ഇല്ല? ഇല്ല, അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം ഇതാണ് ഒരു പെൺകുട്ടീൻ്റെ അഭിപ്രായം. നമുക്ക് ശരിക്കും വെബ്സൈറ്റും പിന്നെന്താ എയർപോർട്ട് പിക്കപ്പ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാകും. നിങ്ങൾ ഏതൊരു കൺട്രി ഒക്കെ പോകുമ്പോഴത്തേക്കിനും അവരുടെ തന്നെ മല്ലൂസിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചു കഴിയുമ്പോഴത്തേക്കിനും അവരെൻ്റെ വെബ്സൈറ്റ്സ് കാര്യങ്ങൾ പിന്നെ പിക്കപ്പിനൊക്കെ അവർ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതൊരു പ്രോബ്ലം അല്ല, അത് പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള ഒരു സെറ്റപ്പേ ഇല്ല. അപ്പം ശ്രുതിനെ പോലെ നമുക്ക് കുറച്ച് പേരെയും കൂടെ പരിചയപ്പെടാം നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പം താങ്ക് യു ശ്രുതി.